നമ്മൾ ഈ ഒരു സെഗ്മെന്റിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ ഓൾഡ് ബാച്ചിലുള്ളവരും പിന്നെ അതുപോലെ പുതിയ ബാച്ചിലുള്ളവരും വലിയ ടെക്നിക്കലി മിസ്സായി പോയവരുണ്ട്. ഒന്നും കൂടി നമുക്കത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വന്നവരുണ്ട്. അതുപോലെ തന്നെ ആ, ഒരു സെഷനൊക്കെ മിസ്സായിട്ട് പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ സിലലോഡ്സും നെക്സ്റ്റനും പിന്നെ ഈ ഒരു പിന്നെ നമുക്കൊരു 4-5 സെഷൻസ് ടെക്നിക്കൽ ഇതുപോലെ നമുക്കിനി മുന്നോട്ടേക്ക് പോകും. നമ്മളൊന്നും കൂടി അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം മാർക്കറ്റ് നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും ട്രേഡ് റിലേറ്റഡ് ഉള്ളവരൊക്കെ തന്നെയാണ്. പിന്നെ ലൈവിലുള്ളവരുണ്ട്, ലൈവിൽ ഇറങ്ങിയിട്ട് പിന്നെ പ്രോഫിറ്റ് എടുത്തവരുണ്ട്, പിന്നെ 100% എടുത്തവരുണ്ട്. എനിക്ക് തോന്നുന്നു ബിലാലൊക്കെ 100% എടുത്ത കൂട്ടത്തിൽ പെട്ടാന്ന് തോന്നുന്നു അല്ലേ? ബിലാലുണ്ട്, പിന്നെ ഹസീന സലീം 100% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യെസ്, കുറച്ച് പേരുടെ ജോയിൻ ആവാണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എനിവേ, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ഉള്ളതെങ്കിലും നമുക്ക് ഇന്നു മുതൽ നമ്മൾ ഒരു സെക്കൻഡ് ജേർണി തുടങ്ങുകയാണ്. നമ്മളെപ്പോഴും പഴയ സെഷനിലൊക്കെ പറയുന്ന പോലെ തന്നെ ട്രേഡിങ്ങിന് എന്തില്ല, നമുക്കൊരു പിന്നെ സർട്ടിഫിക്കറ്റ് തന്നിട്ട് നിങ്ങൾ സെറ്റായി എന്ന് പറഞ്ഞിട്ട് വിടാൻ ഒരിക്കലും പറ്റൂല. കണ്ടിന്യൂസ്ലി എന്നും മാർക്കറ്റിൽ പുതിയ സംഗതികൾ പഠിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാവും. 100% നമുക്ക് പിന്നെ ഇവിടെ ഒരിക്കലും എന്താവില്ല സാറ്റിസ്ഫിക്കേഷനും, അല്ലെങ്കിൽ നമ്മളൊരു 100% പെർഫെക്റ്റ് ആയെന്ന് ഒരു കാലത്തും പറയാൻ പറ്റാത്തൊരു മേഖലയാണ്. ഇപ്പൊ നമ്മളൊക്കെ വർഷങ്ങളായി മാർക്കറ്റിലുണ്ടെങ്കിലും ചിലപ്പം ചില കാര്യങ്ങളിൽ ഡൗട്ട്, ചില മാർക്കറ്റ് സ്ട്രക്ചറുകൾ നമ്മളെയും ഡൗട്ടിലോട്ടും മറ്റുമൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതിലൊക്കെ ഇപ്പം നമുക്ക് ഇപ്പോൾ ലൈവിൽ ഇറങ്ങിയവരുണ്ട്. പിന്നെ ലൈവിൽ ഇറങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യുമോ? ലൈവിൽ ഇറങ്ങിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൗണ്ട് ഇട്ടാണ്. ഓക്കെ, സിയാദ് ഭായ് ലൈവിലുണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. ബിലാൽ ഹാദി ഉണ്ടായിരുന്നു, റിഷാൻ ഉണ്ടായിരുന്നു. സോ റിഷാന നമ്മളെ ഏറ്റവും യങ്ങസ്റ്റ്, പിന്നെ നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പിന്നെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു 7th പഠിക്കുന്നത് അല്ലേ? ഓടിപിളാൻ പറ്റുമോ ജഹ്വ? Yes, sir. ഓക്കെ, ഹൗസ് ഗോയിങ്, സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? നല്ലതന്നെ. 150%ഓളം മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ യെസ്, ഓക്കെ. എനിവേ, പിന്നെ പഠനത്തിന് ഞാൻ എപ്പോഴും മോളോട് പറയാറുള്ളത്, ഒരിക്കലും എന്താ ട്രേഡിംഗ് സ്കില്ല് പഠനത്തിന് പിന്നെ ബാധിക്കരുത്. പിന്നെ ഇനിയും പിന്നെ മാർക്കറ്റിലോട്ടൊക്കെ ഇറങ്ങുമ്പം ശ്രദ്ധിച്ച് പിന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഇപ്പോൾ ലൈവിൽ ഇറങ്ങി പിന്നെ പ്രോഫിറ്റ് ആയവരുണ്ട്, 100% മുകളിൽ പ്രോഫിറ്റ് എടുത്തവരുണ്ട്, സോ ലോസ് വന്നവരുണ്ട്. നമുക്കറിയാം, അതായത് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റിന്റെ സിനാരിയോ അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റും ലോസൊക്കെ നമ്മൾ കണ്ടവരാണ്. ഇനി ലൈവിൽ ഇറങ്ങാൻ പോകുന്നവരും മേ ബി ചിലപ്പം ഇതിലുണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് പിന്നെ ടെക്നിക്കൽ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടാണ് നമ്മളൊരു അഡ്വാൻസ്ഡ് പിന്നെ ടെക്നിക്കൽ അനാലിസിസ് സെഷൻ പിന്നെ കൊണ്ടുവച്ചിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതിലൊക്കെ എത്തുന്നതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. ടെക്നിക്കല് പിന്നെ വർക്കാവും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അത് ടെക്നിക്കൽ അനാലിസിസ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് പറഞ്ഞാലെങ്കിൽ മതി. ഇപ്പോൾ പിന്നെ നമുക്ക് ഇത്ര ആക്യുറസി പറയാൻ പറ്റും. നമ്മൾ ടെക്നിക്കൽ എന്നുള്ളത് ചാർട്ടിന്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏകദേശം എത്ര പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ വർക്കൗട്ട് ആവും ചാൻസ് ഉണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു ടീമാണ്, ഒരു ഫാമിലിയാണ്. ഇപ്പോൾ ചില ആളുടെ ഐഡിയാസ് നമുക്ക് പിന്നെ ഓക്കെ 50%, ഷബീർ ഭായ് 50% ഉണ്ട്, സുൽത്താന 40%. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പിന്നെ നിങ്ങൾക്ക് 70% ഉണ്ട്, ബിലാൽ ഹാദി 70% ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയാറുള്ളത്, ഞാൻ പലപ്പോഴും പല സെഷനിലും പറയാറുള്ളത്, നമ്മളിത് പിന്നെ 1% പോലും വർക്കൗട്ട് ആവൂല എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ ചിലപ്പം ലൈവിൽ ഇറങ്ങി പ്രോഫിറ്റ് ആയി ചിലപ്പം ലോസ് വന്നവരൊക്കെ നമ്മളോട് പറയാറുള്ളത്, സാർ
പിന്നെ ഞാൻ ടെക്നിക്കലിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തു. മാർക്കറ്റ് ഞാൻ എല്ലാ സംഗതി സെറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് എഗെയിൻസ്റ്റ് ആയി പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താവും, ആ സ്ട്രാറ്റജി അല്ലെ നമ്മൾ പഠിച്ച ഒരു ഇൻഡിക്കേറ്റർ അല്ലെ നമ്മൾ പഠിച്ച അതിന് എഗെയിൻസ്റ്റ് ആയി മാറിയിട്ട് നമ്മൾ എന്താവും, അത് വർക്കൗട്ട് ആവില്ല എന്നിട്ട് വേറെ പഠിക്കാൻ പോകും. അപ്പോൾ അതും കുറച്ചു കാലം യൂസ് ചെയ്യും. അത് ഒരു ടൈം നമുക്കത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത പഠിക്കാൻ പോകും. പക്ഷെ നമ്മൾ ടെക്നിക്കൽ പഠിക്കുമ്പോൾ നമ്മൾ അതിലെന്താവാ, ഇപ്പോൾ ബ്രൂസ്ലിയുടെ ഒരു കോട്ട് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന എന്താണ് അത് പെർഫെക്റ്റ് ആയി അല്ലെങ്കിൽ അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കിപ്പം 3000-ഓളം ഇൻഡിക്കേറ്റേഴ്സ് മാത്രം എന്തുണ്ട് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കലും പിന്നെ ഏകദേശം 200-ഓളം ചാർട്ട് പാറ്റേൺസ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇതൊന്നും പഠിക്കൽ പോസിബിൾ അല്ല. ഒന്ന് പഠിച്ച് മറ്റേലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, കൺഫ്യൂഷൻ വന്നേക്കാം. ഇപ്പോൾ ട്രേഡിങ്ങിനായത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, അതായത് നമുക്കിവിടെ പിന്നെ 20% നമ്മൾ സക്സസിന്റെ സ്ട്രാറ്റജി ഇരിക്കുന്നത് പിന്നെ റിസ്ക് മാനേജ്മെന്റിലാണ്. നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ ഫേസ് ചെയ്ത, നമ്മൾ ഫീൽ ചെയ്താണ്. അതായത് റിസ്ക് മാനേജ്മെന്റ് എന്താന്നുള്ളത് വളരെ ഭംഗിയായിട്ട് നമുക്കറിയാം. അതായത് പിന്നെ നമ്മൾ പ്രോപ്പർ റിസ്ക്, അതായത് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ, വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് ഇറ്റ്സ് എ ഗാംബ്ലിംഗ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമ്മൾ ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങരുത്. 20% നമുക്ക് പിന്നെ സ്റ്റോപ്പ് ലോസിൽ അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ ഫോക്കസ് കൊടുക്കണം. ബാക്കി 20% നമ്മൾ കൊടുക്കേണ്ടത് മണി മാനേജ്മെന്റ്. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു $5,000 ഇറങ്ങും, അല്ലെങ്കിൽ 2000 ഇറങ്ങും. നമ്മൾ ലോട്ട് സൈസ് 0.50 0.60 ഇട്ടിട്ട് ഒരു തവണ നമുക്ക് പ്രോഫിറ്റ് ഇട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഡബിൾ ആവും. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ വരും, വീണ്ടും നമ്മളെ ക്യാപിറ്റൽ മൊത്തം നഷ്ടപ്പെട്ടേക്കാം. പിന്നെ അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റത്തിലോട്ടേക്ക് പോയിട്ട് നമ്മൾ ഒരു കാലത്തും എന്താവില്ല, സക്സസ് ആവണം എന്നില്ല. അപ്പോൾ 20% റിസ്ക് മാനേജ്മെന്റ് ആണ്, 20% മണി മാനേജ്മെന്റ് ആണ്. ബാക്കി 20% കിടക്കുന്നത് നമ്മളെ ഡിസിപ്ലിനിലാണ്. അതായത് നമ്മൾ പിന്നെ ട്രേഡ് പിന്നെ ബൈയും സെല്ലും ഒന്നിച്ചിടുക, അല്ലെങ്കിൽ രാവിലെ വന്നിട്ട് ഘോരാന്തര ബൈ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ സെല്ലിട്ട് വെക്കാം. മാർക്കറ്റിൽ നമ്മൾ ഉച്ചയ്ക്ക് വരുന്നു, ലഞ്ച് ബ്രേക്ക് വരുന്നു, അവിടെ ബൈ ഇടുന്നു, ഈവനിങ് ടീ ടൈം വരുന്നു, അവിടെയും ബൈ ഇടുന്നു. അങ്ങനെയല്ല. അതായത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ട്രേഡിനെ പിന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. അപ്പോൾ 20% കിടക്കുന്നത് നമ്മുടെ ഡിസിപ്ലിനിലാണ്. ഇപ്പൊ നമുക്ക് 60% ആയാലോ, ബാക്കി 20% കിടക്കുന്നത് നമ്മളെ മൈൻഡ് സെറ്റിലാണ്. കാരണം ട്രേഡിങ്ങിൽ നമ്മളൊരു പിന്നെ വെൽത്തി, അല്ലെങ്കിൽ നമ്മളൊരു റിച്ച് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ട്രേഡിനെ സമീപിക്കേണ്ട ഒരു മൈൻഡ് സെറ്റോട് കൂടി വന്നാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, പിന്നെ ട്രേഡിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. കാരണം ബാക്കി 20% ഇരിക്കുന്നത് നമ്മളെ മൈൻഡ് സെറ്റിലാണ്. ഈ 20% നിങ്ങൾ യോജിക്കണം. അതായത് 80% എന്തായി, നമ്മൾ ഒന്ന് റിസ്ക് മാനേജ്മെന്റ് 20% ആണ്, മണി മാനേജ്മെന്റ് 20 ആണ്, ഡിസിപ്ലിൻ ഉണ്ടാവണം, ബാക്കി മൈൻഡ് സെറ്റ് 20% ആയിരിക്കണം. ഈ 4 സംഗതികളും പിന്നെ ഓൾറെഡി നമുക്ക് എന്താ 80% ആയി. ബാക്കി 20% മാത്രമേ എന്തുള്ളൂ, പിന്നെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസിനും ഫണ്ടമെന്റൽ അനാലിസിസിനും നിൽക്കണുള്ളൂ. ഈ ബാക്കി റിസ്ക്കും മണി മാനേജ്മെന്റും ഡിസിപ്ലിനും മൈൻഡ് സെറ്റും ആണ് 80% ഇവിടെ വർക്കൗട്ട് ആവുക. വിത്തൗട്ട് ടെക്നിക്കൽ നോളജ് നമ്മൾ എന്താണ് പ്രോഫിറ്റബിൾ ആവാൻ നമ്മൾ പഠിക്കണം. അത് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ പിന്നെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ടെക്നിക്കൽ നോളജ് അറിയില്ലെങ്കിലും നമ്മൾ സക്സസ് ആകാൻ പറ്റുന്ന രീതിയിലോട്ടേക്ക് നമ്മൾ എത്തണം. അതിനാണ് നമ്മളെ സിസ്റ്റം, നമ്മളെ കോഴ്സിന്റെ പേര് നമ്മൾ മൈൻഡ്ഫുൾ ട്രേഡർ എന്നാക്കിയതിന്റെ പ്രത്യേകത തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം, വിത്തൗട്ട് കാരണം ടെക്നിക്കൽ നോളജിലേക്ക് എത്തുന്നതിന് മുന്നേ പിന്നെ ലോകത്ത് എത്ര വലിയ ഇപ്പൊ ഫണ്ട് മാനേജ്മെന്റ് ചെയ്യുന്ന കമ്പനി ആണെങ്കിലും ബാങ്കുകളാണ്, അവരൊക്കെ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരൊരിക്കലും ഒരു ഇൻഡിക്കേറ്ററിന്റെയോ അല്ലെങ്കിൽ ഒരു കാൻഡിൽസിന്റെ പിന്നാലെ പോകാറില്ല. അതായത് അവർ പ്രോപ്പറായിട്ട് എന്റെ ക്യാപിറ്റൽ ഇപ്പം പിന്നെ $2,000 ആണെങ്കിൽ എനിക്ക് 1% ഒരു ദിവസം റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ 1% റിസ്ക് വന്നോ നമ്മൾ അവിടെ ട്രേഡ് നിർത്തും. അതുപോലെ തന്നെ എന്റെ ക്യാപിറ്റലിന് ഒതുങ്ങുന്ന ലോട്ട് സൈസ് 0.02 ആണെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഗാംബ്ലർ ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫെയിൽ ആവാനുള്ള ചാൻസ്. ഞാൻ ഇതെല്ലാ സെഷനിലും നമുക്ക് ഇത് തന്നെ പറയാനുള്ളൂ. കാരണം ഇനി പുതുതായിട്ടൊന്നും പഠിക്കാനോ മറ്റൊന്നുമില്ല. കാരണം നമ്മളെ സിസ്റ്റം മെന്ററിങ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്കിതിപ്പം ഇതിന്റെ നോളജുകളും മറ്റുമൊക്കെ യൂട്യൂബിൽ ഒരുപാട് സുലഭമാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് എന്തെടുക്കാം, പിന്നെ അനാലിസിസും കാര്യങ്ങളും ചിലപ്പം ടെലിഗ്രാംസുകൾ നമുക്ക് ഇഷ്ടംപോലെ ഇവിടുന്ന് ബൈ ചെയ്തോ, ഇവിടുന്ന് സെല്ല് ചെയ്തോ, ഇവിടുന്ന് ഇത്ര വരെ പോകാൻ ചാൻസ് ഉണ്ട്, ഇവിടെ സ്റ്റോപ്പ് ലോസ്, അതൊക്കെ സുലഭമാണ്. പക്ഷേ മാർക്കറ്റിൽ നമ്മൾ സമീപിക്കേണ്ട രീതി എന്ന് പറയുന്നത് അത് മൈൻഡ്ഫുൾ ആയിട്ട് മാത്രമേ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മൾ മൈൻഡ്ഫുൾ അല്ലാതെയാണ് നമ്മൾ ട്രേഡിങ്ങിലോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിത് ഭവിഷ്യത്തായി മാറും, അല്ലെങ്കിൽ നമുക്ക് പൈസ പോകുന്ന ഒരു സ്കില്ലായിട്ട് നമുക്ക് മാറിയേക്കാം. ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ വിഷയങ്ങളും അറിയുന്നതുകൊണ്ട് തന്നെ പിന്നെ ഫോറക്സിൽ എങ്ങനെ പോയാലാണ് പിന്നെ സക്സസ് ആവാന്നുള്ളത് പിന്നെ 100% അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അതായത് എങ്ങനെ നമ്മൾ ഇതിൽ നിലനിൽക്കണം. കാരണം പിന്നെ പല അക്കാദമീസിൽ നിന്നും പഠിച്ചിട്ട്
നമ്മളടുത്ത് വന്നിട്ട് നമ്മളോട് പറയാറുണ്ട്. പിന്നെ അവരൊക്കെ ടെക്നിക്കലല്ല ഒരുപാട് ചാർട്ടുകളിലായിട്ട് ഫോക്കസ് കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ട് പിന്നെ ഒന്നും അറിയാത്ത രീതിയിലോട്ടേക്ക്, അല്ലെങ്കിൽ പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ബൈ കാണിക്കും, ഒന്ന് സെല്ല് കാണിക്കും, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എന്തുണ്ടായിരിക്കണം, നമ്മൾ ഈ 80% നമ്മളിവിടെ ഫില്ലായിരിക്കണം. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് സാധനം നമ്മൾ ഇന്ന് പിന്നെ ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നുണ്ട്. കാരണം 80% കിടക്കുന്ന റിസ്ക് മാനേജ്മെന്റിൽ, മണി മാനേജ്മെന്റിൽ, ഡിസിപ്ലിനിലുമാണ്, മൈൻഡ് സെറ്റിലുമാണ്. ബാക്കി 20% ടെക്നിക്കൽ സംഭവം എന്തായാലും നിഷാ സാറ് നമുക്ക് ഇന്ന് ഒരു ബേസിക് തരും. അതിന് പുറമെ പിന്നെ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് എന്തെങ്കിലും സെഷൻ നടന്നുകൊണ്ട് പോകും. ഈ 80% നമുക്ക് വർക്കൗട്ട് ആവണമെങ്കിൽ എന്തെങ്കിലും നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരും. കാരണം പിന്നെ ഈ 4 സംഗതികൾ വർക്കൗട്ട് ആവാൻ നമ്മൾ പണിയെടുക്കേണ്ടത് ചാർട്ടിലോ മാർക്കറ്റിലോ ഒന്നുമല്ല. കാരണം മാർക്കറ്റ് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട സാധനമാണ്. കാരണം ഒരിക്കലും നമുക്കതില്ല. ഇറങ്ങുന്ന ഗോൾഡിനെ പിടിച്ചു വെക്കാനോ പിന്നെ മുകളിലോട്ടേക്ക് പോകുന്ന ഗോൾഡിനെ തടഞ്ഞു വെക്കാനോ നമുക്കൊന്നും പറ്റില്ല. അത് നമ്മളെ കൺട്രോളിലല്ല. നമ്മളെ കയ്യിലുള്ള നമ്മളെ ക്യാപിറ്റലും നമ്മളെ കൈയും നമ്മളെ മെറ്റാ ട്രേഡറും നമ്മളെ ഫോണും പിന്നെ നമ്മളെ സ്കില്ലും മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അതിൽ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ 80% നമ്മൾ പിന്നെ സക്സസ് ആയി. ആ 80%യിലോട്ടേക്ക് നിങ്ങൾ കയറാൻ റെഡി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ ബോണസ് ഒരു സംഗതി കൂടി നമ്മളിപ്പോൾ ഔട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇന്നൊരു പിന്നെ പോസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കമ്മിങ് സൂൺ എന്നുള്ള രീതിയിൽ. കാരണം നമുക്കിത് ലൈഫ് ലോങ് ഈ സ്കില്ല് ഉപയോഗിക്കണം. കാരണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ്, കാരണം ഇന്ന് പ്രോഫിറ്റ് എടുത്ത് നാളെ ലോസ് ആക്കി പോകേണ്ട ഒരു സിസ്റ്റം അല്ല. ഞാനിത് ആധികാരികമായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും പറയാണ്. കാരണം ഇത് മൈൻഡ്ഫുള്ളായി പഠിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും ഡിസിപ്ലിനും മൈൻഡ് സെറ്റും കിടക്കുന്നത് അത് നമ്മളെ സെൽഫിലാണ്. സോ ഒഫീഷ്യലി ഇപ്പൊ നമ്മള് പിന്നെ ഒരു പ്രോഗ്രാമും കൂടി ഈ ടെക്നിക്കൽ ബാച്ചിന്റെ ഒപ്പരം തന്നെ എന്താക്കിയിട്ടുണ്ട്. കാരണം ഇത് 100% പങ്കെടുക്കുക എന്നുള്ള കാരണം നിങ്ങൾക്ക് സക്സസ് ആവണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മളെ സെൽഫിൽ നമ്മൾ പണിയെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വിത്തൗട്ട് പിന്നെ നമ്മൾ ഒരുപാട് ടെക്നിക്കലിന്റെയും പിന്നെ മറ്റിതിന്റെയും പിന്നാലെ അല്ലെ ഇതിന്റെയൊക്കെ പിന്നാലെ പോയിട്ട് പിന്നെ നമ്മൾ പിന്നെ ഒരു കാലത്തും നമ്മൾ സക്സസ് ആവൂല എന്നുള്ളത് പിന്നെ ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ മനസ്സിലാക്കിയതാണ്. നിങ്ങളും ഇനി ചിലപ്പോൾ മനസ്സിലായവരുണ്ടാവും, പിന്നെ ഇനി അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും. മാർക്കറ്റിന് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, മാർക്കറ്റിന് ഒരു കാരണവശാലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ പിന്നെ മണി, എൻ്റെ സിനാരിയോ, എൻ്റെ കയ്യിലുള്ള റിസ്ക് മാനേജ്മെന്റ്, എൻ്റെ കയ്യിലുള്ള മണി മാനേജ്മെന്റ്, പലർക്കും ഇപ്പോൾ ഞാൻ ഓപ്പൺലി ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയും, ഇപ്പോൾ നിങ്ങൾ ലോസ് ആയവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ മാർക്കറ്റ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ്ലി നിങ്ങൾ പിന്നെ കണ്ടുവരുന്ന, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ലോസ് ആവാനോ അല്ലെങ്കിൽ നമുക്ക് ഈ ട്രേഡിങ് പറ്റൂലെന്നോ മനസ്സിലാക്കിയത് നമ്മളെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ടെക്നിക്കൽ അറിയാത്തത് കൊണ്ടോ മാർക്കറ്റ് അറിയാത്തത് കൊണ്ടോ ന്യൂസ് വന്നത് കൊണ്ടോ ഒന്നും നമുക്കൊരു നഷ്ടവും കാര്യങ്ങളോ അല്ലെ വന്നിട്ടുണ്ടാവും. ബട്ട് മേ ബി പിന്നെ 80% നമുക്ക് സംഭവിച്ചത് നമുക്ക് നമ്മളെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. യെസ് ഓർ നോ? അതിപ്പം ഡെമോ ചെയ്യുന്നവരാണെങ്കിലും ലൈവിൽ ഇറങ്ങി ഫെയിൽ ആയവരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടോ. യെസ്, 100% പറയുന്ന ആൾക്കാരുണ്ട്. ഇതിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ പറയാട്ടോ. ഞാൻ പറയുന്ന ഇതിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി അതേഴ്സ് പിന്നെ ഇതിനല്ലാത്ത എന്തെങ്കിലും പിന്നെ വിഷയങ്ങൾ? കാരണം നമുക്ക് ഇനി ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. ഹൗ ടു കൺട്രോൾ അവർ സെൽഫ്. ഇനി നമുക്ക് എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും? കാരണം മാർക്കറ്റ് നമുക്ക് എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റൂല, ട്രേഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, ഗോൾഡിന്റെ റേറ്റ്, ബിറ്റ് കോയിന്, GBP എന്താണെങ്കിലും അത് നമ്മളെ കയ്യിലുള്ള കാര്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞു സക്സസ് ആവണമെങ്കിൽ 80% കിടക്കുന്നത് നമ്മളെ സെൽഫിലാണ്. ആ സെൽഫിൽ പണിയെടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പിന്നെ ഔട്ട്കം കൂടി ഇന്ന് ഇവിടെ വെക്കുകയാണ്. നിങ്ങൾക്ക് 21 ഡേയ്സ് നിങ്ങളെ ലൈഫിൽ മാറ്റിവെക്കാൻ റെഡി. കാരണം നമ്മളെ പിന്നെ ഓൾറെഡി ഇപ്പം പ്രീവിയസ് ബാച്ചിലുള്ളവർ മറ്റൊക്കെ ഉണ്ട്. സെൽഫിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇതിന്റെ ഈ കോഴ്സിന്റെ ഒപ്പരം തന്നെ എന്താക്കുകയാണ്, പിന്നെ ഒരു ബോണസ് ആയിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചിട്ടുണ്ട്, അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഫണ്ടമെന്റൽ അനാലിസിസ് നമുക്ക് ന്യൂസ് നോക്കാനും മറ്റുമൊക്കെ അറിയാം. സെന്റിമെന്റൽ അനാലിസിസ് നമുക്കറിയാം. അത് ന്യൂസ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നടക്കുന്നതാണ്. പിന്നെ സെന്റിമെന്റൽ അനാലിസിസ്, ഇത് മൂന്നും നമുക്ക് എന്താണ്, ഇത് മൂന്നും നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമ്മളെ കയ്യിലുള്ളത് മാർക്കറ്റിൽ 80% വർക്കൗട്ട് ആവുന്ന സെൽഫ് അനാലിസിസ്. കാരണം നമ്മളിത് എനിക്ക് തോന്നുന്നു പിന്നെ വേൾഡിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് പേരിൽ റിസർച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് ട്രേഡിങ്ങിൽ പിന്നെ 80% ആൾക്കാർ ഫെയിൽ ആവുന്നുള്ള റീസൺ നമ്മൾ കണ്ടെത്തിയത് അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ നിങ്ങൾ റെഡി ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാം. കാരണം 21 ഡേയ്സ് നിങ്ങൾക്കത് ഞാൻ എന്തായാലും ഒരാൾ കമ്പലോ മറ്റൊന്നും ചെയ്യണില്ല. അബ്സല്യൂട്ട്ലി ഇതിന്റെ ഒപ്പം ബോണസ് ആയിട്ട് തരികയാണ്. പക്ഷേങ്കിൽ നിങ്ങൾ എന്നിട്ടായിരിക്കണം പിന്നെ ലൈഫിനെ സീരിയസ് ആയി കണ്ടിട്ട്, അല്ലെങ്കിൽ ട്രേഡിംഗ് മേഖലനെ സീരിയസ് ആയി കണ്ടിട്ട്, ഈ ട്രേഡിങ്ങിൽ ഒരുപാട് ടെക്നിക്കൽ അഡ്വാൻസ് കാര്യങ്ങൾ യൂട്യൂബിലും മറ്റുമൊക്കെ പല പല വിഷയങ്ങളും പല അക്കാദമീസിലും പല സ്ഥലങ്ങളും നമുക്ക് ഈ സ്ട്രാറ്റജി അടിപൊളി സ്ട്രാറ്റജിക്ക് പിന്നാലെ പോയിട്ട് 100% ഉറപ്പ് തരുന്നു നമ്മൾ സക്സസ് ആവില്ല. നമ്മളിനി പണിയെടുക്കാൻ പോകേണ്ടത് നമുക്കുള്ളിലാണ്. ഇപ്പം ഇവിടെ നമുക്ക് നമ്മളൊരു പുതിയൊരു, കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ഹിസ്റ്റോറിക്കൽ മൂമെന്റ് കൂടിയാകാൻ പാടും. കാരണം സെൽഫ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് കൂടി നമ്മൾ എന്താക്കുകയാണ്, മൈൻഡ്ഫുൾ ട്രേഡിന്റെ ഒപ്പരം നമ്മൾ കമ്പൈൻ ചെയ്യാണ് അതിലോട്ടേക്ക്. കാരണം അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ, കാരണം നമ്മളത് പിന്നെ നമുക്കത് ലീഡ് ചെയ്യുന്നത് പിന്നെ അഞ്ജല മാം ആണ്. അഞ്ജല മാം അത് കുറച്ച് പേരിൽ വർക്കൗട്ട് ചെയ്തപ്പോൾ പിന്നെ മാർക്കറ്റിൽ എന്തോ സംഭവിച്ചോട്ടെ, പലരും ടെൻഷൻ അടിച്ചിരിക്കുന്ന നഖം കടിച്ചിരിക്കുന്ന സമയങ്ങളിൽ പിന്നെ പ്രോഫിറ്റബിൾ ആക്കാൻ അവർക്ക് സെൽഫിൽ പണി കൊടുത്തപ്പോൾ, അല്ലെ സെൽഫിൽ അവർ വർക്കൗട്ട് ചെയ്തപ്പോൾ അവർക്ക് അതെന്താക്കിയിട്ടുണ്ട്, ബെനിഫിറ്റ് ആയി മാറും. കാരണം ചിലപ്പോൾ നിങ്ങളെ ക്യാപിറ്റൽ $1,000 ആവാം, $10,000 ആവാം, ചിലപ്പോൾ $1,00,000 ഇറങ്ങുന്നവരായിരിക്കും. എത്രയാണെങ്കിലും, കാരണം 1000 ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും 10,000 ചെയ്യാൻ പറ്റില്ല. അതിൽ പറ്റണില്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെന്റെ പൈസ മാത്രം പോകുന്നൊരു ഇടാണ്. എല്ലാ മലയാളീസും പറയുന്ന പോലെ തന്നെ ട്രേഡ് ചെയ്താൽ പൈസ പോകുന്നുള്ളിടത്തേക്ക് തന്നെ നമ്മൾ എത്തിയിട്ട് അങ്ങനെ പോകുന്നിടത്തേക്ക് എത്തുന്നതിന് പകരം നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകണം. അതായത് നമ്മൾ മാറ്റങ്ങളൊന്നുമില്ല, നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരുത്തലുകൾ കൊണ്ടുവരാൻ പോകണം. സോ ഒഫീഷ്യലി ഐ ആം അനൗൺസിങ് ഹിയർ സെൽഫ് അനാലിസിസ് എന്ന് പറഞ്ഞ സെഷൻ കൂടി നമുക്ക് എന്താണ്, അതിന്റെ ഫസ്റ്റ് സിറ്റിംഗ് നമുക്ക് നാളെ ഇതുപോലെ നൈറ്റിൽ നടക്കും. സോ അതിന് റെഡി ആണെങ്കിൽ ഒരു അടിപൊളി റെഡി നിങ്ങൾക്ക് പറയാം. കാരണം ഞാൻ ഇതൊരിക്കലും കമ്പൽ ചെയ്യണില്ല. നമുക്കിത് ബോണസ് ആയിട്ട് നമ്മളിത് പരീക്ഷിച്ച് നോക്കിയിട്ട്, കാരണം ഒഫീഷ്യലി നെക്സ്റ്റ് അക്കാദമി, ജില്ലൻ ലോഡ്സ് അക്കാദമി നമ്മൾ എംപവറിംഗ് ദ ജനറേഷൻ എന്നുള്ള ക്യാപ്ഷൻ വെച്ചിട്ട്, കാരണം പിന്നെ 80% ആൾക്കാരും ഫെയിൽ ആവുന്ന ഒരു മേഖലയിൽ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ നമ്മൾ എന്തൊക്കെ പിന്നാലെ പോയോ, നമ്മളൊക്കെ വർഷങ്ങളായി റിസർച്ച് ചെയ്തും ഈ ഒരൊറ്റ റീസണിലാണ്, എന്താണ്, സെൽഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ ലോസ് വന്നുകൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മൾ ഈ റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും ഡിസിപ്ലിനും മൈൻഡ് സെറ്റും ഒക്കെ കിടക്കുന്നത് നമ്മളെ മൈൻഡിലാണ്. ഓക്കെ, ആ മൈൻഡിലോട്ടേക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒഫീഷ്യലി ഒരു സെക്കൻഡറി മെന്റർഷിപ്പ് കൂടി ഓപ്പൺ ചെയ്യാണ്. സോ അത് നമുക്ക് ലീഡ് ചെയ്യുന്നത് അഞ്ജല മാം ആണ്. അഞ്ജല മാം വെൽ നോൺ ഇന്റർനാഷണൽ മൈൻഡ് കോച്ചാണ്, അതുപോലെ സക്സസ് മെന്ററാണ്. ഫോറക്സിൽ, അതായത് വെൽത്തും പിന്നെ മൈൻഡ് സെറ്റും അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ളത് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 21 ഡേയ്സ് നമ്മളെ ഇതിൽ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പണിയെടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ പലർക്കും പിടിച്ചാൽ കിട്ടാത്ത, അല്ലെങ്കിൽ പലർക്കും പിന്നെ വളരെ സിമ്പിളായ സാധനം. കാരണം നമുക്ക് പലതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മളെ കമ്പനി കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മളെ ഫാമിലിനെ കൺട്രോൾ, പക്ഷേ നമുക്ക് ഒരിക്കലും ട്രേഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളിടത്തു നിന്ന് നമ്മൾ തിരുത്തൽ കൊണ്ടുവരാൻ പോവാണ്. അതിലോട്ടേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ്. സോ അത് നമ്മൾ ഒഫീഷ്യലി അതിൻ്റെ കോഴ്സിൻ്റെ പേര് വരുന്നത് സെൽഫ് അനാലിസിസ് എന്നാണ്. അതായത് പിന്നെ എനിക്ക് തോന്നുന്നത് അതൊരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആണ് സെൽഫ് അനാലിസിസ് എന്നുള്ളത്. കാരണം ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെന്റലിനൊക്കെ അപ്പുറത്തേക്ക് സെൽഫിലോട്ടേക്ക് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു വൺ ടൈം, കാരണം ഒരുപാട് പേരിൽ വർക്കൗട്ട് ചെയ്തു, ഇനി നിങ്ങളിലോട്ടേക്കും കൂടി എത്തിക്കുകയാണ്. നിങ്ങൾക്കിത് ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് കാരണം സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ചൂസ് ഇറ്റ്. കാരണം ഇതിന്റെ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് വെക്കുകയാണ്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കാരണം നാളെ മുതൽ കണ്ടിന്യൂസ്ലി, കാരണം നിങ്ങൾക്ക് അതിനുള്ള പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെൽ നോൺലി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അഞ്ജല മാം ആയിരിക്കും അത് റൺ ചെയ്യുക. അഞ്ജല മാമിനെ പറ്റി പറയുമ്പോൾ ഇന്റർനാഷണൽ മൈൻഡ് കോച്ചാണ്. കാരണം ഇതിൽ കാരണം ഒരുപാട് ഇപ്പം നമുക്കറിയാം, പിന്നെ ട്രേഡിങ്ങിൽ നഷ്ടം വന്നിട്ടൊക്കെ വരുമ്പോൾ മാം റിസർച്ച് ചെയ്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പിന്നെ ഇത് കൊടുക്കാൻ പറ്റിയ ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. സോ അവിടെ നമ്മളൊരു പുതിയ ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ മാം ഒരു 3 വേർഡ്സിൽ, കാരണം നമ്മൾ നാളെ മുതൽ അതിൻ്റെ ജേർണി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ
കാരണം എഫക്സിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ 100% ഇവിടെ സെൽഫ് റെഡി ആയിരിക്കണം. ആ സെൽഫ് റെഡിയാക്കാൻ നമ്മൾ തന്നെ പിന്നെ ഓപ്പർച്യൂണിറ്റി വെക്കുകയാണ്. അപ്പോൾ അഞ്ജല മാം, ഒഫീഷ്യലി ഐ ആം ഇൻവൈറ്റിംഗ് യു ഹിയർ. നാളെ മുതൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ, കാരണം മെൻറ്റർ കൂടി പിന്നെ അഞ്ജല മാം വരികയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സെൽഫ് അനാലിസിസ് കൊണ്ടുപോകുന്നത് ട്രേഡിങ്ങിന്റെ മെന്റേഴ്സിനപ്പുറം ഇവിടെ സമിയ മാം ഉണ്ട്, അതുപോലെ തന്നെ റുമേഷ മാം, അതുപോലെ തന്നെ നെയിം സാറ്. ഇവർ മൂന്നാളായിരിക്കും നിങ്ങൾക്ക് ഇത് പിന്നെ, കാരണം ഇവർ ട്രേഡിങ്ങും കാര്യങ്ങളും നോക്കൂല. കാരണം നിങ്ങൾക്ക് നിങ്ങളിലെ പിന്നെ സെൽഫ് അനാലിസിസിന് വേണ്ട ഒരുപാട് സംഗതി, കാരണം മണി ആയിട്ടുള്ള കുറെ ബിലീഫ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് കിട്ടിയ സംഗതികൾ ഉണ്ടാവും, മൈൻഡ് സെറ്റിൽ നമുക്ക് വൂൺസ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്, അല്ല ഇതൊക്കെ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസിന്റെ സ്ട്രാറ്റജി നമ്മൾക്കുള്ളിൽ തന്നെ. ഇപ്പോൾ നമ്മൾ പിന്നെ സൈക്കോളജിക്കലി അല്ലെ മൈൻഡ് സെറ്റ് പരം അല്ല മൈൻഡ് പവർ റിലേറ്റഡ് ആയിട്ടൊക്കെ പറയുമ്പോൾ എവറിഥിങ് ഹാപ്പൻ ഫ്രം ദ മൈൻഡ്. ലോകത്തെല്ലാം സംഭവിച്ചത് മൈൻഡിൽ നിന്നാണ്. അവിടെ തന്നെയാണ് നമ്മൾ പണി കൊടുക്കാൻ പോകുന്നത്, അല്ല പണിയെടുക്കാൻ പോകുന്നത്. അവിടത്തേക്ക് തന്നെയാണ് മാറ്റം വരുത്താനൊക്കെ പോകുന്നത്. എക്സൈറ്റിംഗ് പിന്നെ ഒരു മൊമെന്റിലോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ 3 minutes മാമിന് ഒഫീഷ്യലി ഇവിടെ ഇൻവൈറ്റ് ചെയ്യാണ്. പിന്നെ മാം യു ക്യാൻ സ്റ്റാർട്ട്. ആൻഡ് നാളെ മുതൽ മാമിന് കൂടി എന്താക്കാണ്, ഇവരെ വിട്ടുതരാണ്. നമ്മൾ മുന്നേ എടുത്ത ആ ടാസ്ക് പോലെ തന്നെ ഇവരെയും പിന്നെ ട്രേഡിങ്ങിലോട്ടേക്ക് ഫുൾ എഡ്ജിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാമിനെ കൂടി ഏൽപ്പിക്കുകയാണ്. മാം, അഞ്ജല മാം. യെസ്, യെസ്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് അക്കാഡമിന്റെ വേറൊരു ഫേസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഇത്ര നാളും ടെക്നിക്കൽസും ഫണ്ടമെന്റ്സിലും ഒക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ എല്ലാം ഘടകിരിക്കുന്നത് നമ്മളെ മൈൻഡും നമ്മളെ സെൽഫിലും ഒക്കെയാണ്. അപ്പൊ നാളെ മുതലായിരിക്കും നിങ്ങൾക്ക് സെഷൻ ഉണ്ടാവുക. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ വരിക, വീഡിയോ മോഡിൽ വന്നിരിക്കുക. അവിടെ വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി ലൈവിലായിരിക്കും നമ്മൾ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാം. ഓക്കെ, നമ്മളെ സെൽഫിലേക്ക് ഇറങ്ങാൻ പോവാണ്. കാരണം ഇതിലാണല്ലോ എല്ലാം ഉള്ളത്. ഇവിടുന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും നമ്മൾ തിങ്ക് ചെയ്യുന്നതും ഒക്കെയാണ് നമ്മളെ ലൈഫിലെ എല്ലാ ഏരിയാസിലും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ട്രേഡിങ്ങിൽ മാത്രമല്ല നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക, നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ ഏരിയാസിലും നിങ്ങൾക്ക് ഇതിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ്. നമ്മുടെ സെൽഫിനെ കീറി മുറിക്കാൻ വേണ്ടിയിട്ട് നാളെ മുതൽ പോവാണ് ഇൻഷാല്ലാ. അപ്പോൾ ഓരോ ഏരിയാസും നമ്മൾ ടച്ച് ചെയ്യും, ഫ്രം അവർ ചൈൽഡ്, പാസ്റ്റ്, എല്ലാം. കാരണം ഇതെല്ലാം കൂടിയിരിക്കുന്നതാണ് നമ്മൾ, റൈറ്റ്? നമ്മളെ പേരും കാര്യങ്ങളും എല്ലാം വരുന്നതിന് മുൻപേ നമ്മളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന സത്തിനെ നമുക്ക് കിട്ടാൻ പറ്റും. ആ മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാല് നമുക്കെല്ലാം ഇവിടെ സാധ്യമാണ്. ഈ മനുഷ്യനെ മറന്ന് നമ്മളെ പല പേരുകളിലും പല കാര്യങ്ങളിലേക്കും പോകുന്ന സമയത്താണ് പലതും ലിമിറ്റായിട്ട് നമുക്ക് മാറുന്നത്. ഓക്കെ, സോ നാളെ മുതൽ നമ്മൾ 21 days ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കായിട്ടൊരു വലിയ ഗിഫ്റ്റ് നിങ്ങൾ കരുതണം. അതായത് ഒരു പുതിയ ബുക്ക്, നല്ലൊരു ബെസ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ കയ്യിലുള്ളതോ ഒന്നും മാക്സിമം യൂസ് ചെയ്യാതെ നിങ്ങൾക്കായിട്ടൊരു പ്രസന്റേഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും അല്ലേ? അപ്പോൾ നാളെ മുതൽ നമ്മള് സെൽഫിനെ കൂട്ടുപിടിച്ച് നമ്മൾ പോവാണ്. ഇറ്റ്സ് എ ജേർണി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ലൊരു ബുക്ക് നിങ്ങൾക്കായിട്ട് ഗിഫ്റ്റ് ചെയ്യുക, ഒരു പെന്ന്, അതോടൊപ്പം ഒരു ഹാൻഡ് മിറർ. ഓക്കെ, ഇത് മൂന്നും കൊണ്ടായിരിക്കണം നിങ്ങൾ സെഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നാളെ മുതൽ ഇന്ത്യൻ ടൈം 8:30 PM നിങ്ങൾക്ക് സെഷൻ ഉണ്ടാവുക. വീഡിയോ മോഡിൽ വരിക. ഓക്കെ, അപ്പോ വന്നിരിക്കുക. നമ്മൾ ലൈവ് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ കംപ്ലീറ്റ്ലി മോട്ടിവേഷണൽ കാര്യങ്ങൾ പറഞ്ഞ് ഓക്കെ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തോളൂ എന്നുള്ള സിസ്റ്റമേ അല്ല. ഇത് എന്തുകൊണ്ട് ഇത്ര ചേഞ്ചസ് കൊണ്ടുവരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ലൈവ് ആയിട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾ അവിടെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദ മാജിക് ഇൻ എവറി ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയാസ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു മാജിക് ഉണ്ടാവാൻ പോകുന്നതാണ്. അത് ഞാനോ
ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നല്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങളെ സെൽഫിലേക്ക് ഇറങ്ങി ചെയ്യുന്ന ഒരു മാജിക് ആണ്. സോ ടുഗെദർ വി ക്യാൻ ക്രിയേറ്റ് ദ മാജിക് ഇൻ യുവർ സെൽഫ്. സോ നമ്മൾ നാളെ മുതൽ നമ്മളെ ടൈറ്റിൽ കണ്ട പോലെ അൺലോക്ക് ചെയ്യാൻ പോവാണ് നമ്മളെ സെൽഫിനെ. റെഡി അല്ലേ? നിങ്ങളെ സെൽഫിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണോ? ആ ലോക്ക് പൊട്ടിച്ച് നമുക്ക് പുറത്തു വരണ്ടേ? Yes. പല ലോക്കിലും നമ്മള് കുടുങ്ങിക്കിടക്കുകയാണ്. ആ ലോക്ക് പൊട്ടിച്ച് നമ്മള് സെൽഫിലേക്ക് പോവാണ്. അപ്പൊ ബെസ്റ്റ് വിഷസ്. നമുക്ക് നാളെ മുതൽ ന്യൂ ജേർണി, ന്യൂ യു, ന്യൂ യുവർ സെൽഫിലേക്ക് ചെല്ലാം. ഓക്കെ, സോ നാളെ മുതൽ നമുക്ക് സെഷനിൽ കാണാം. എനിക്ക് അനുവദിച്ച ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞു. സന്തോഷ് ഭായ്, വാട്ട് യു ഫീലിംഗ് റൈറ്റ് നൗ? അതായത് നമ്മൾ ടെക്നിക്കൽ തുടങ്ങിയിട്ടില്ല. ഐ മീൻ അതിനു മുന്നേ ഇതൊരു നമ്മൾ എടുത്ത് വെക്കുന്ന ഒരു കാരണം ഒബ്വിയസ്ലി പിന്നെ ഞാനൊരു കഥ പറയാം. അതായത് പിന്നെ അതിനുശേഷം സന്തോഷ് ഭായ് സംസാരിക്കും. സന്തോഷ് ഭായ് ഞങ്ങളെ ഒരു പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണ്. അതിൽ നമ്മൾ ഒന്നിച്ച് പിന്നെ ട്രേഡിങ്ങിൽ പിന്നെ പലതും ഡിസ്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരാളാണ്. നമ്മൾ ഒരാളെ പിന്നെ ഒരു വർഷം മുന്നേ നമ്മൾ കോഴ്സ് പഠിക്കാൻ ക്ഷണിച്ചു. അല്ലെങ്കിൽ പിന്നെ ട്രേഡിംഗ് ഉണ്ട് നമ്മളെ അക്കാദമിയിൽ. നമ്മൾ ബേസിക് മുതൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരും. നിങ്ങൾ പെർഫെക്റ്റ് ആയി ലൈവിൽ ഡെമോയിലൊക്കെ ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയാൽ ലൈവിൽ ഇറങ്ങിയാൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇത്ര ഫീസ് ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഫീസൊക്കെ ഭയങ്കര നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ല, ഇതൊക്കെ യൂട്യൂബിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളിഷ്ടം, നിങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിച്ചോളും, നോ പ്രോബ്ലം. പിന്നെ നമ്മളാരും കമ്പലും ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ സിനാരിയോസ് അറിയുന്നത്, അതായത് നിങ്ങൾ പിന്നെ പ്രോപ്പർലി പഠിക്കുക, നമ്മളെപ്പോഴും ഇവിടെ ലൈവായിട്ട് ഉണ്ടാവും. പിന്നെ അപ്പോൾ ആള് പോയി. പിന്നെ ഒരു 5-8 മാസം കഴിഞ്ഞിട്ട് എനിക്ക് കോൾ വരുന്നു, സാർ എൻ്റെ $10,000 നഷ്ടപ്പെട്ടു, പിന്നെ ഏകദേശം 30,000 ദിർഹംസ് നഷ്ടപ്പെട്ടു. ഞാൻ ട്രേഡ് പിന്നെ എനിക്ക് കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി പഠിച്ചു, എൻ്റെ മൊത്തം നഷ്ടപ്പെട്ടു. പിന്നെ എന്നെ ഇതൊന്ന് റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളത്. പിന്നെ ഞാനിത് പിന്നെ പല എക്സാമ്പിൾസിൽ നിന്നും ഒന്നെടുത്ത് പറയുന്നുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരുപാട് കോഴ്സ് നമുക്ക് നിരന്തരം വരുന്നതുകൊണ്ട് ഇത് നമ്മളെടുത്ത് പഠിക്കാൻ വന്ന സ്റ്റുഡൻറ്റ് തന്നെ പിന്നീട് എന്നോട് പറഞ്ഞു, സാർ ഞാൻ എത്ര പേയ്മെന്റ് വേണമെങ്കിലും തരാം, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആൾക്ക് ട്രേഡിങ് ഏകദേശം പിന്നെ ലോസിലോട്ടൊക്കെ പോയി. പിന്നെ ആള് ഭയങ്കര മെന്റലി ട്രോമയിലോട്ടൊക്കെ എത്തി. പിന്നെ ആള് പറയണ എനിക്കിനി ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ കാം ചെയ്ത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ അവിടെ നിർത്തുക. അതായത് പിന്നെ വീണ്ടും ഫണ്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വീണ്ടും അയാൾ ചെയ്ത സിനാരിയോയിൽ 2,000 ആഡ് ചെയ്യും, പിന്നെ 0.30 ലോട്ടിടും, അത് വാഷ് ഔട്ട് ആവും. അല്ല ചില ദിവസം കിട്ടും, അത് മൊത്തം 3-ാമത്തെ ദിവസം കംപ്ലീറ്റ് വാഷ് ഔട്ട് ആവും. കാരണം ആൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പ്രൂവൺലി നമ്മളെ പിന്നെ അഞ്ജല മാമിന്റെ ഈ സിനാരിയോസും മറ്റുമൊക്കെ വെച്ചിട്ട് ഗൈഡൻസിലോട്ടൊക്കെ പോയപ്പോൾ, കാരണം നമ്മൾ അത് പെർഫെക്റ്റ്ലി നമ്മൾ അവരിലോട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അത് നമുക്ക് ട്രേഡും കാര്യങ്ങളും ഈ ഇവർക്കുണ്ട എക്സ്പീരിയൻസുകളും നമുക്ക് മാറ്റാൻ പറ്റിയില്ല. പക്ഷെ ആളുടെ ഉള്ളിലോട്ടേക്ക് നമ്മൾ പിന്നെ സംഗതി കൊടുത്തപ്പം വളരെ ഭംഗിയായിട്ട് നല്ല റിസൾട്ടുകൾ ഉണ്ടായിട്ട് പിന്നെ ആൾ ഒഴിവാക്കിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഈ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞാൻ കാർഡ് എടുത്ത് പിന്നെ പേയ്മെന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നവർക്ക് എനിക്കിന്ന് കോൺഫിഡൻസ് ഉണ്ട്. മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ഞാൻ പ്രോഫിറ്റബിൾ, അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ ഇല്ലാത്തൊരു ട്രേഡർ ആവും എന്നൊരു നിലയിലോട്ടേക്ക് നമുക്ക് അവരെത്തിക്കാൻ പറ്റും. അത് ഞങ്ങൾ പറയുന്നു ട്രേഡിങ്ങിന്റെ മഹത്വമോ അല്ലെങ്കിൽ പിന്നെ ടെക്നിക്കലിന്റെ മഹത്വമോ അതൊന്നും ആയിരുന്നില്ല. നമ്മൾ അവരുടെ സെൽഫിലോട്ടേക്ക് അല്ലെങ്കിൽ ഉള്ളിലുണ്ടായി കിടന്നിരുന്ന പിന്നെ സംഗതികളെ നമ്മൾ ക്ലീൻ ഔട്ട് ചെയ്ത് പിന്നെ അതിലോട്ടേക്ക് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചപ്പോൾ ആൾക്ക് പിന്നെ ഈ ഒരു മേഖല, കാരണം നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറയാറുണ്ട് ലോകത്തിലെ റെന്റും ബിൽഡിങ്ങും പിന്നെ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആവശ്യമില്ലാതെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിന്റെ അവസാനം വരെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കിൽ, നമ്മളെ ജോബിൽ നിന്ന് എവിടുന്ന് പുറത്താക്കിയാലും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മുന്നിലുള്ളൊരു സ്ട്രഗിൾ എന്നുള്ളത് പിന്നെ ഒരു ബാരിയർ എന്നുള്ളത് ലോസ് ആകുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ലോസ് ആയി പോയേക്കാം എന്നുള്ളൊരു സംഗതിയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് നമ്മൾ മാറ്റിയെടുക്കാൻ കൂടിയിട്ടാണ് എന്താവുന്നത് ഈ സെൽഫ് അനാലിസിസ് എന്നുള്ള സെഗ്മെന്റ് കൂടി നമുക്ക് ഇപ്പം ഇവിടെ ആഡ് ഓൺ ആയി വരുന്നത്. അതിന് പിന്നെ ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെൻറ്ററാണ് നമുക്കിപ്പോൾ. കാരണം ആൾക്ക് ഫോറക്സും അറിയാം,
പിന്നെ ആൾക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് നഷ്ടം വരുന്നുള്ള ഒരുപാട് എക്സാമ്പിൾസ് മറ്റൊക്കെ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ പിന്നെ ആധികാരികമായിട്ട് തന്നെ പിന്നെ നമുക്കത് പറയാൻ പറ്റും. വി ആർ ദ ഫസ്റ്റ് ടൈം, അതായത് മൈൻഡ്ഫുൾ ട്രേഡിങ്ങും അതുപോലെ തന്നെ സെൽഫ് അനാലിസിസ് എന്നുള്ള സിസ്റ്റവും നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മളാണ് പിന്നെ വേൾഡ് പിന്നെ നമ്മൾ തന്നെയാണ്. അതായത് ഈ ഫോറക്സ് ഇൻഡസ്ട്രിയിൽ അല്ലെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു സന്തോഷവും മറ്റുമൊക്കെ നമുക്ക്, കാരണം നമുക്ക് സക്സസ് ആക്കാം. കാരണം നിങ്ങൾ പ്രോഫിറ്റ് എടുത്താലും ഒക്കെ എടുത്താലും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. പക്ഷെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തുണ്ട്, നമ്മൾ പിന്നെ നമ്മളെ സ്റ്റുഡന്റ് ലോസ് ആവാതെ പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. ടെക്നിക്കലും മറ്റെന്ത് മാർക്കറ്റ് ചിലപ്പോൾ തലകുത്തി വീണാലും നമ്മൾ എന്തായിരിക്കും, നമ്മൾ പിന്നെ പ്രോഫിറ്റബിൾ ആണെന്ന് ഞാൻ പറയാം, പക്ഷെ ടെൻഷൻ ഇല്ലാത്ത ട്രേഡറായി നമ്മൾ മാറും. ആ ഒരു ഇതിലോട്ടേക്കാണ് നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. സോ അതിലോട്ടേക്ക് നിങ്ങളെ ഹാപ്പി വെൽക്കം. പിന്നെ മാമിന്റെ സെഷൻ നാളെ തന്നെ വരും. അപ്പം അതിനുള്ള സെപ്പറേറ്റ് മെന്റർ ഉണ്ടാവും. നിങ്ങൾക്കത് പേഴ്സണലായിട്ട് അതിനുള്ള സംഗതികളും പിന്നെ അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇനി നമുക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനുള്ള സമയമാണല്ലോ. ഒന്ന് സന്തോഷ് ഭായ്, വാട്ട് യു ഫീലിംഗ് റൈറ്റ് നൗ? ഗുഡ് ഈവനിങ് ഓൾ, ഐ എം ഫീലിംഗ് ഗ്രേറ്റ്. ഉം. വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ സന്തോഷം. നമ്മൾ ആക്ച്വലി സിലിൻഡോഴ്സിൻ്റെ കോഴ്സിൽ ഞാൻ 24 ബിഗിനിങ്ങിലാണ് ജോയിൻ ചെയ്തത്. റെഗുലറായിട്ട് ട്രേഡ് ചെയ്യാനൊന്നും പറ്റുന്നതിന് നമ്മളെ തിരക്കുകൊണ്ടും കാര്യങ്ങളും ഇടയ്ക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇടയ്ക്ക് ട്രേഡ് ചെയ്തപോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് വേണ്ട രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ പ്രോപ്പറായിട്ട് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം SL പ്രോപ്പറായിട്ട് ഇടാറില്ല മിക്കവാറും. പിന്നെ സെല്ലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് വരും നമ്മളെ മൈൻഡ് ഇങ്ങനെ പറയും, പക്ഷേ മാർക്കറ്റ് അഗേൻസ്റ്റ് പോകും. ബൈ ഇട്ട് കഴിഞ്ഞാൽ അഗേൻസ്റ്റ് പോകുന്നുണ്ട്. കുറേയൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. എന്നാലും റെഗുലറായിട്ട് ഇതിനെ ഒരു ബിസിനസ് മോഡലിൽ കൊണ്ടുപോകേണ്ട ഒരു എക്സ്പീരിയൻസും അനുഭവവും എനിക്ക് എൻ്റെ സെൽഫ് അനാലിസിസിൽ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അതെൻ്റെ പ്രശ്നമാണ്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും പുതിയതായിട്ട് നിങ്ങളൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലൂടെ എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കാം. സന്തോഷമുണ്ട് എന്തായാലും വീണ്ടും സഫ്നാസ് ജി ഈ എഫേർട്ട് എടുത്ത് നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വീണ്ടും ഒന്നിച്ച് കൊണ്ടുവന്നതിൽ. ഒന്നിച്ച് പഠിക്കാൻ, ലേണിങ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സിന്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കാൻ താല്പര്യമുണ്ട്. അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ക്ലാസ് കേട്ടാൽ പോരല്ലോ, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ പ്രോപ്പറായിട്ട്. അതിന് വേണ്ട എഫേർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുന്നോട്ട് ശ്രമിക്കും. സന്തോഷം എന്തായാലും. ഓക്കെ, ശരി. പിന്നോട്ടേക്ക് നോക്കുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തന്നെയാണ് കോർ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അത് തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാവും അല്ലേ? ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് തന്നെ മെയിൻ ആയിട്ടുള്ളത്. നിങ്ങളിന്ന് പറഞ്ഞ അനാലിസിസ് കറക്റ്റാണ്. ടെക്നിക്കലും ഫണ്ടമെൻ്റലിനെക്കാട്ടിലും റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വാഷ് ഔട്ട് എന്നുള്ളൊരു വലിയ സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ റിയൽ അനുഭവത്തിന് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എത്ര പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവില്ല. അപ്പോൾ അത് കുറച്ച് വാഷ് ഔട്ടെല്ലായി പഠിക്കണം. അങ്ങനെയാകുമ്പോൾ അത് ശരിയാവുക. അപ്പോൾ എന്തായാലും സന്തോഷം, ഒരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് വീണ്ടും നമുക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സും ഡെവലപ്മെൻറ്റ്സും ഉണ്ടാവും. എല്ലാ പാർട്ടിസിപ്പേറ്റ്സിനും അതിൻ്റെ ഗുണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പുതിയ ഒരു സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. സെൽഫ് അനാലിസിസ് ിലൂടെ നമുക്ക് എന്താണ് എക്സ്ട്രാ കിട്ടുന്നതെന്ന് നോക്കി പഠിക്കാൻ ആഗ്രഹമുണ്ട്. നോക്കാം. അവഞ്ചല മാഡത്തിൻ്റെ ക്ലാസ്സിനായി വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു. സോ പിന്നെ നമ്മൾ ഇപ്പം ഇവിടെ പറഞ്ഞ എല്ലാവർക്കും ഇതേ പിന്നെ ഇപ്പൊ ഇറങ്ങിയവർക്കും ഇറങ്ങാൻ പോകുന്നവർക്കൊക്കെ ഇപ്പം ഡെമോയില് പലർക്കും അതിന്റെ ഫീലിങ്സ് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം വാഷ് ഔട്ടിന്റെ ഫീലിംഗ് എന്നൊക്കെ പറയണത് അത് വാഷ് ഔട്ട് ആയവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. പിന്നെ അത് അനുഭവിച്ചവരുണ്ട്. പിന്നെ ഒബിയസ്ലി പിന്നെ ചിലപ്പം നമ്മളെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കുറച്ച് ബാച്ചിലൊക്കെ അവരൊക്കെ 150% ഒക്കെ എടുത്തിട്ടാണ് പിന്നെ വാഷ് ഔട്ട് ആകുമ്പോൾ വലിയ ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നും എടുക്കാതെയൊക്കെ പോകുമ്പോൾ പിന്നെ കാരണം നമുക്കിവിടെ റിയാലിറ്റിയാണ്. കാരണം ഇവിടെ മാജിക്കും കാര്യങ്ങളും പിന്നെ ഇവിടെ എൻ്റെ സ്ട്രാറ്റജി 100% വർക്കൗട്ട് ആവും. നമ്മളിവിടെ വീരവാദം മുഴക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ മാർക്കറ്റിന് അതിൻ്റെതായ സിനാരിയോയില് ചിലപ്പം നമ്മൾ എല്ലാ ടെക്നിക്കലും സെറ്റ് ചെയ്തു, ട്രംപ് വന്നിട്ട് എന്താക്കുകയാണ് ഒരു ന്യൂസ് പറയാണ് ഞാൻ ഇവിടെ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാണെന്ന് പറയുമ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച എല്ലാ സംഗതികളും നമ്മൾ അവിടെ, കാരണം 100% ഉറപ്പ് തരുന്ന ബൈ നമുക്ക് തന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്തുണ്ടാവും, നമ്മളത് 100% ഉറപ്പായത് കൊണ്ട് ലോട്ടും കൂട്ടിയിട്ടുണ്ടാവും, സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടാവില്ല, പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് എന്തുണ്ടാവും, പിന്നെ നമുക്ക് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് നഷ്ടങ്ങളും, കാരണം ഈ ഒരു റീസണൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ ഒബിയസ്ലി പിന്നെ ആൾക്കാർക്ക് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് നമ്മളൊരു പരിഹാരം
നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ സാധനം നമ്മൾ നിങ്ങളിലോട്ടേക്ക് കൂടി ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഓൾറെഡി നമുക്ക് അതിൻ്റെ ഒരു ബാച്ച് കണ്ടിന്യൂസ്ലി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഡ് ഓൺസ് എല്ലാവർക്കും, കാരണം നമുക്കൊരു സാധനം കിട്ടി. കാരണം ഇവിടെ നിങ്ങൾ എത്ര പേര് പ്രോഫിറ്റ് എടുത്താലും എന്താണ് ആർക്കും നഷ്ടങ്ങളും കാര്യങ്ങളും. ഇപ്പം റിഷാൻ എടുത്താലും സന്തോഷ് ഭായി എടുത്താലും സിയാദ് ഭായി എടുത്താലും അവിടെ നിന്ന് അവരുടെയൊക്കെ പ്രോഫിറ്റ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ലൈവിൽ ഇറങ്ങുമ്പം നിർബന്ധമായിട്ടും നമുക്ക്, കാരണം നമ്മൾ പിന്നീട് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്, പ്രോപ്പറായ ബ്രോക്കർ അല്ല നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം $1,000 $1,00,000 ആക്കിയിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല. നമുക്ക് വിഡ്രോ കിട്ടാൻ അത് നമുക്ക് പിന്നെ പ്രയാസമായേക്കാം. സോ നമ്മളൊക്കെ ചെയ്തു, നമ്മൾ രാവും പകലും എഫേർട്ട് ഇട്ട് നമ്മളൊരു ബാക്ക് എൻഡ് അറിയാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം നമ്മൾ ചിലപ്പോൾ റെഗുലേഷൻ വരെ തന്നെ തേടിപ്പോകും. പക്ഷെ റെഗുലേറ്ററി നോക്കിയിട്ടും അവർ പറയും നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്ത സിസ്റ്റം മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും വിഡ്രോയിൽ ഡിനേ ചെയ്യുന്ന ബ്രോക്കേഴ്സ് അവൈൽ. കാരണം നമ്മൾ ഒരു 1.5 വർഷമായിട്ട് ഈ ബ്രോക്കേഴ്സിന്റെ പിന്നാലെ തന്നെ, കാരണം നമ്മളെ സ്റ്റുഡൻസിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്നുള്ള ഇങ്ങനെ തപ്പി നടന്ന് ഇപ്പോൾ അതിന്റെ റിസർച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രോക്കറെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൽ നമ്മൾ ചിലപ്പം ഇത് കുറവാണല്ലോ, നമുക്ക് ബോണസ് തരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ 100% നമ്മൾ ശ്രദ്ധിച്ചോളാം. നമുക്കൊരിക്കലും ബ്രോക്കർ ബോണസ് തരേണ്ട ആവശ്യകതയോ ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യകതയോ ഒന്നുമില്ല. നമ്മൾ എന്തുണ്ടായിരിക്കാം ഈ മേഖലയിൽ, കാരണം ആ ഒരു ഇതിൽ ഇറങ്ങുമ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ബോണസ് തരിക, അല്ലെങ്കിൽ സംതിങ് നമുക്ക് എക്സ്ട്രാ തരുന്നു, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവർ ട്രേഡ് പറയുന്നു, സിഗ്നൽ തരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അവെയർ ആയിരിക്കുക. കാരണം നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ആക്കിയിരുന്നു. കാരണം ലൈവിലേക്ക് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ വേറെ രാജ്യത്താണെങ്കിൽ ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്കത് ബാക്ക് എൻഡ് അറിയുന്ന ഓഫീസിൽ പോയി ഇരുന്നിട്ട് തന്നെ പരമാവധി ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ക്രൈറ്റീരിയാസും ചെക്ക് ചെയ്തിട്ട്, കാരണം നമ്മളോടത് ചോദിച്ച് നമ്മൾ പറയുന്ന ക്രൈറ്റീരിയസ് ഒക്കെ ആ ബ്രോക്കർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താവുള്ളൂ അത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം. ഇനി ലൈവിൽ ഇറങ്ങാൻ പോകുന്നവരും ഇപ്പോൾ ഇറങ്ങിയിട്ട് വിഡ്രോ കിട്ടാത്ത ഒരുപാട് പേര് നമ്മളോട് ആ വിഷയം പറയാൻ അവരെ തോന്നിയ പോലെ ഇത് ചെയ്തു, ചിലപ്പോൾ ആ ഒരു ബ്രോക്കർ ഇന്ത്യയിൽ ബാൻ ചെയ്തു, അങ്ങനെയൊക്കെ ഇഷ്യൂസൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല സ്റ്റുഡൻസിനും. സോ അതിന് കറക്റ്റായ അഡ്വൈസ് എടുത്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോകാം. സോ ഇനി ഒരാൾ കൂടി, സിയാദ് ഭായ് ഓഡിബിൾ ആകാൻ പറ്റുമോ? സിയാദ് ഭായ് ഉണ്ടോ ഇവിടെ? ഒരാൾ കൂടി ഒരു യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ നമുക്ക് 5ഓളം സെഷൻസ് ആണ് ടെക്നിക്കലിന് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിഷാദ് സാറായിരിക്കും എടുക്കുക. നിഷാദ് സാറ് ഇന്ന് നമുക്ക് എന്തായാലും ടെക്നിക്കലിന്റെ സെഷൻ തുടങ്ങുന്നില്ല. അപ്പോൾ നാളെ നമ്മൾ സെൽഫ് അനാലിസിസിന്റെ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇതുപോലെ നിങ്ങൾക്ക് നമ്മളെ അഞ്ജല മാമിന്റെ അണ്ടറിലുള്ള ഒരു സെപ്പറേറ്റ് ടീമാണ്. അപ്പോൾ അത് ലേഡീസിന് ലേഡീസ് ആയിട്ടുണ്ടാവും, ജെൻസിന് ജെൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവരോട് നിങ്ങളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട സംഗതികൾ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകുക, അല്ലെങ്കിൽ ആ സെഷൻ റിലേറ്റഡ് പോവാം. ടെക്നിക്കലിന് നമുക്ക് നിഷാദ് സാർ തന്നെയാണ് നമുക്കത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ടേക്കാം. സാർ നമുക്ക് ഇന്ന് സെഷൻ എന്തായാലും തുടങ്ങിക്കൊള്ളണമെന്നില്ല. നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും ടെക്നിക്കലിന്റെ ഒഫീഷ്യലായിട്ടുള്ളത് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൽ സാറ് ഇവരോട് റീജോയിൻ ആയവരുണ്ട്, അതുപോലെ തന്നെ സ്റ്റക്കായി തുടങ്ങിയവരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. അവരോട് എന്താണ് ഒരു ടെക്നിക്കലിലേക്ക് അടക്കുന്നതിന് മുന്നേ സാറിന് കൊടുക്കാനുള്ള അഡ്വൈസ്? ഹായ്, കുറെ ആൾക്കാർക്ക് എന്നെ അറിയാം, പുതുതായിട്ട് വന്നവരുണ്ടാവും, നമ്മുടെ പഴയ സ്റ്റുഡൻസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഫസ്റ്റ്, അതായത് പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നമുക്ക് എന്താ, നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ട്രേഡിംഗ് വ്യൂ. ഓക്കെ, നമുക്ക് അതിനെ പരിചയപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് കംപ്ലീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ അത് മുന്നോട്ട് പോകാം. ഓക്കെ, റെഡി ആയിട്ട് നിൽക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട, നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. മുമ്പേ ക്ലാസ് എടുത്ത് ഒരുപാട് ആൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഇന്ന് നെക്സ്റ്റ് ക്ലാസ്സോടെ ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് തന്നെ പോവാം. പിന്നെന്താ പറയണ്ടേ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.
ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറിന്റെ സെഷന് നെക്സ്റ്റ് പിന്നെ വെനസ്ഡേ സാറിന്റെ സെഷൻ ഉണ്ടാവും. ഫ്രൈഡേ അല്ലേ? ഓക്കെ, ഫ്രൈഡേ സാറിന് അതെന്തായാലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാര്യങ്ങളും മറ്റുമൊക്കെ അറിയിക്കും. അതുപോലെ തന്നെ സെൽഫ് അനാലിസിസ് നാളെ തന്നെ തുടങ്ങാണ്. അതിലും നിങ്ങളെ പിന്നെ ഉറപ്പായിട്ടും അതിൽ സാന്നിധ്യം. അതിന് റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യില്ല, കാരണം അത് ലൈവ് സംഗതിയാണ്. ലൈവിൽ നമ്മൾ ചെയ്തു പോയിട്ട് നമ്മളെ ക്ലിയർ ചെയ്യേണ്ട സംഗതി ഒരിക്കലും നമ്മൾ എന്തായില്ല റെക്കോർഡിങ്സ് കിട്ടും. ടെക്നിക്കൽ റെക്കോർഡിങ്സ് കിട്ടും. പിന്നെ നമുക്ക് ഇതിന്റെ സെൽഫ് അനാലിസിന്റെ റെക്കോർഡിങ്സ് നമ്മൾ അതിന്റെ പ്രൈവസിന്റെ ഭാഗമായിട്ടും ഇതൊക്കെ ആയിട്ട് നമ്മളത് റെക്കോർഡിങ്സ് ഉണ്ടാവില്ല. യെസ്, അത് നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ളതേ നിർവാഹമുള്ളൂ. അത് 21 days നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക. നിങ്ങൾ 1 time ഇടുന്ന ഒരു എഫേർട്ട് മേ ബി നിങ്ങളുടെ ലൈഫ് ലോങ് ഫ്യൂച്ചറിലോട്ടേക്ക് നോട്ട് ഓൺലി മാം അതിന് വെച്ചൊരു ഹിന്റ് എന്നുള്ളത് ഫോറക്സിൽ മാത്രം നമ്മൾ സക്സസ് ആവാന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ അതുപോലെ നമ്മൾ ഇടപെടാൻ പോകുന്ന കോർ മേഖലയിലൊക്കെ എന്തുണ്ടാവും, അതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് ഉണ്ടാവും. കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് മൈൻഡ് പവറും അതുപോലെ തന്നെ നമ്മളെ ഇമോഷൻസും ഒക്കെ. അത് ഫൈനാൻഷ്യൽ മാർക്കറ്റും ഒരു സൈക്കോളജിയും തമ്മിലുള്ള ബ്ലെൻഡിങ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായ റിസൾട്ട് നമുക്ക് 100% ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ ടെക്നിക്കലിന് എന്താ പറയില്ല 100%. ഞാൻ എപ്പോഴും പറയുള്ളൂ ടെക്നിക്കൽ വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നിഷാ സാറാണെങ്കിൽ പറയാറുള്ളത് ടെക്നിക്കൽ വർക്കൗട്ട് ആവില്ല എന്നുള്ള രീതിയിലേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് സെൽഫ് അനാലിസിസ് നമുക്ക് ഉറപ്പു തരാൻ പറ്റും. അത് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ ഇപ്പോൾ ഉള്ള ലെവലിനേക്കാളും 1-2 ടൈം അപ്പിലോട്ടേക്ക് നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. ഒബ്വിയസ്ലി എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഇക്വിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള വലിയ സംഭവം തന്നെയാണ്. അതിന് പിന്നെ നമ്മൾ വലിയ ടെക്നിക്കൽ നോളജിലോട്ടേക്കോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചിരുന്ന കാര്യമില്ല. ചെറിയ കുഞ്ഞു ടാസ്കിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ സെൽഫിലോട്ടേക്ക് നമുക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സക്സസ് ഉറപ്പായിട്ടും. നിങ്ങൾ ഓരോരുത്തരും പിന്നെ പഠിക്കാൻ വന്നിരിക്കുന്നത് ഒബ്വിയസ്ലി പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ്. അതിലോട്ടേക്ക് ഈ ഒരു ജേണി നല്ല സൂപ്പറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ നിങ്ങളുടെ ഇന്നത്തെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലും നിങ്ങളെ മെന്റേഴ്സിനും ഒക്കെ ഒന്ന് പിന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നാളെ മുതൽ നമ്മളെ ജേണി തുടങ്ങാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഫീലിങ്സ് നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് അറിയിക്കാം. നമ്മളൊരു പുതിയ ജേണി പോലെ തന്നെ. അപ്പോൾ ചിലർ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചിലർ ടെക്നിക്കൽ കേട്ടത് തന്നെയായിരിക്കും ചിലപ്പോൾ കേൾക്കേണ്ട. പക്ഷെ എന്നാലും റിപ്പീറ്റഡ്ലി പിന്നെ ഒരേ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവാം. ട്രേഡിംഗ് വ്യൂ ഡൗൺലോഡ് ചെയ്ത്. അപ്പോൾ അതൊക്കെ പിന്നെ മിസ്സാവാത്ത രീതിയിൽ ഒന്നും കൂടി റിഫ്രഷ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോവാം. സോ സീ യു ദ നെക്സ്റ്റ് സെഷൻ. നിങ്ങൾക്ക് ടെക്നിക്കലിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെന്റേഴ്സ് സെപ്പറേറ്റ് ആണ്. അതുപോലെ സെൽഫ് അനാലിസിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെന്റേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി കണക്റ്റും കാര്യങ്ങളൊക്കെ വരും. പോൾസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ നടക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ ടെക്നിക്കൽ എന്നുള്ളൊരു ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അത് നമുക്കൊരു അടുത്തൊരു 1 month എന്തായിരിക്കും എപ്പോഴും എനർജറ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് എല്ലാവർക്കും ഇതിലുള്ള എല്ലാവരും ലൈവില് നന്നായിട്ട് ശോഭിച്ച് എല്ലാവരും പ്രോഫിറ്റ് എടുത്ത് നിങ്ങളെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സോ സീ യു ദ നെക്സ്റ്റ് സെഷൻ. ബൈ. ഓക്കെ, താങ്ക് യു. Thank you, sir.